ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിന പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. വിശാഖപട്ടണം ഏകദിനത്തിൽ 9 വിക്കറ്റിന്റെ തകർപ്പൻ ജയം നേടിയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. ഏകദിനത്തിലെ കന്നി സെഞ്ചുറി നേടി യശസ്വി ജയ്സ്വാൾ, രോഹിത്തും കോഹ്ലിയും അർദ്ധ സെഞ്ചുറി നേടി. ജയ്സ്വാൾ ആണ് കളിയിലെ താരം. സ്പോർട്സ് ഡെസ്കിൽ നിന്നും കിലാഫ് അഹമ്മദാണ് ചേരുന്നത്. കിലാഫ്, ഇപ്പോൾ പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ, കളിയിലെ താരമായിരിക്കുകയാണ് ജയ്സ്വാളിന്റെ മികവാണ് ഈ ഒരു പരമ്പരയിലെ ഏറ്റവും മികച്ചത് എന്ന് പറയും. എന്താണ് ഇന്നത്തെ മത്സരം, എങ്ങനെയായിരുന്നു? സ്വാധീനം നമുക്കറിയാവുന്നതുപോലെ തന്നെ ടെസ്റ്റ് പരമ്പരയിലേറ്റത് ഒരു നാണക്കേടിന് ഒരു മറുപടിയായിരുന്നു ഏകദിനത്തിലെ ഈ ഒരു പരമ്പര നേട്ടം. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് സീനിയർ താരങ്ങളായിട്ടുള്ള രോഹിത് ശർമ്മയുടെയും അതേപോലെ തന്നെ കോഹ്ലിയുടെയും പ്രകടനം ഇന്ന് നിർണായകമായിരുന്നു. ഇരുവരും ചേർന്ന് ഇന്ന് അർദ്ധ സെഞ്ചുറി നേടി. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് കഴിഞ്ഞ തുടർച്ചയായ 4 മത്സരങ്ങളിൽ 50ഓ അതിന് മുകളിലോ സെഞ്ചുറി നേടുന്ന 4ാമത്തെ മത്സരമാണ് കോഹ്ലി ഇന്ന് നേടിയത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് രോഹിത് ശർമ്മ 20,000 റൺസ് അന്താരാഷ്ട്ര റൺസ് നേടുന്ന 4ാമത്തെ ഇന്ത്യൻ താരമെന്ന റെക്കോർഡും രോഹിത് ഇന്ന് നേടിയിട്ടുണ്ട്. മത്സരത്തിലേക്ക് വരികയായിരുന്നെങ്കിൽ നിർണായകമായ ഒരു 3ാം മത്സരത്തിൽ ഒരു ത്രസിപ്പിക്കുന്ന 9 വിക്കറ്റിന്റെ ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. 271 റൺസ് വിജയലക്ഷ്യമായ ഇറങ്ങിയ ഇന്ത്യ 61 പന്തുകൾ ശേഷിക്കെയാണ് വിജയലക്ഷ്യം മറികടന്നത്. ഇത് നമ്മൾ എടുത്തു പറയേണ്ടത് 121 പന്തുകളിൽ നിന്ന് 116 റൺസ് അടിച്ച ജയ്സ്വാളിന്റെ പ്രകടനം ഒരു നിർണായകമായിരുന്നു. കാരണം ഈ ഒരു 271 റൺസിലേക്ക് ബാറ്റ് ചെയ്തപ്പോൾ കോഹ്ലിയും രോഹിത്തും അതേപോലെ തന്നെ ജയ്സ്വാളും ചേർന്ന് 155 റൺസിന്റെ ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത്. ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം, അതായത് 20 ഏകദിന മത്സരങ്ങൾക്ക് ശേഷമായിരുന്നു ഇന്ത്യക്ക് ഇന്ന് ടോസ് ലഭിക്കുന്നത്. ആ ടോസ് ലഭിച്ചത് ഇന്ത്യക്ക് തുണയായി. പിന്നീട് കണ്ടത് ഇന്ത്യൻ ബോളർമാരുടെ ഒരു പ്രകടനമായിരുന്നു. കഴിഞ്ഞ മത്സരത്തിൽ 300 റൺസ് വരെ വഴങ്ങിയ ഇന്ത്യ ഇന്ന് 270 റൺസിൽ പ്രോട്ടീസ് ബോളർമാരെ എറിഞ്ഞിടുകയായിരുന്നു. ശരി കിലാഫ്.